بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد مصطفى رسول الله صلى الله عليه وسلم وعلى آله وصحابته أجمعين. أما بعد أوصيكم عباد الله بتقوى الله. മുഅ്മിനുകളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഒരുപോലെ കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ എൻ്റെ സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായി ഉപദേശിക്കുകയാണ്. അർഹമർ റഹീമനായ രാജസയ്യിദായ പടച്ചതമ്പുരാൻ അവൻ്റെ കൽപ്പനാനുസാരം സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന സച്ചരിതരിൽ തദ്ബിർത്തരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ കേരളീയർ എന്നുള്ളത്. സൗകര്യങ്ങൾക്കോ സാമ്പത്തികമായ അഭിവൃദ്ധികൾക്കോ ഒന്നിനും സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാടിന് ഒരു കുറവുമില്ല. ഒരു പരിധിവരെ പറഞ്ഞാൽ ആവശ്യത്തിലേറെ ആയിപ്പോയോ എന്ന് പോലും ചിന്തിക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. വിദ്യാഭ്യാസ രംഗത്താകട്ടെ വിപ്ലവകരമായ മുന്നേറ്റത്തിലാണ്. നമ്മൾ ആ വിഷയത്തിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്നവരാണ്. മുസ്ലിങ്ങളാണെങ്കിൽ വിദ്യാഭ്യാസ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച തുടങ്ങുന്നത് തന്നെ ഞങ്ങളുടെ റസൂൽ ഇഖ്റാ ബിസ്മി എന്ന് പറഞ്ഞാൽ തുടങ്ങിയിരിക്കുന്നത്. ഖുർആൻ തന്നെ ഞങ്ങളുടെ ഖുർആൻ ഇഖ്റാ ബിസ്മി പഠിക്കണം, പഠിച്ച് ചിന്തിക്കണം, ആലോചിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ഖുർആൻ ആരംഭിച്ചിട്ടുള്ളത് എന്നും നമ്മൾ അവകാശവാദത്തോടു കൂടി പറയാറുണ്ട്. അതേ കേരളത്തിൻ്റെ ദുരവസ്ഥ സത്യത്തിൽ പറഞ്ഞാൽ വളരെ നമ്മളെ ഇരുത്തി ആലോചിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. സത്യത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭീമത്സമായൊരു രംഗമാണ് നമ്മുടെ നാട്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അക്രമത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും കൊള്ളിവെപ്പിൻ്റെയും കൊള്ളയുടെയും എല്ലാം കേളി രംഗമായി മാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നാലും ആത്മീയ സ്ഥാപനങ്ങളായിരുന്നാലും പള്ളികളായിരുന്നാലും മദ്രസകളായിരുന്നാലും എല്ലാം വളരെ അപകടകരമായൊരു ഗർത്തത്തിലൂടെ അല്ലെങ്കിൽ അപകടകരമായൊരു സാഹചര്യത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആ കൂട്ടത്തിൽ നമ്മുടെ നാട് കൈയൊഴിഞ്ഞിരുന്ന, നമ്മുടെ നാട് വേണ്ട എന്ന് വച്ചിരുന്ന ഒരു പരിധിവരെ പറഞ്ഞ സലഫി പ്രസ്ഥാനങ്ങളുടെയൊക്കെ ശക്തമായ മുന്നേറ്റമുണ്ടായപ്പോൾ കുറേ ആളുകൾ മാറി ചിന്തിക്കുകയും വേറിട്ട ജീവിതപാത തിരഞ്ഞെടുക്കുകയും സൂക്ഷ്മതയുടെ ഭാഗത്തേക്ക് തിരികുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേയൊക്കെ മെച്ചപ്പെട്ടൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി. അതിൽ നമ്മൾ ഊറ്റം കൊള്ളുകയും ചെയ്തു. ഇന്ന് വളരെ അപകടകരമായൊരവസ്ഥയിലേക്ക് നമ്മൾ തിരിഞ്ഞു വീണിരിക്കുകയാണ്, മുഖം കുത്തി വീണിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എൻ്റെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിഷയത്തിലേറെ, അതായത് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അന്ധവിശ്വാസങ്ങൾക്കെതിരെ എന്നൊരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കുറേ ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞങ്ങൾ ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ് വിശ്വാസം, എന്താണ് വിശ്വാസമല്ലായ്മ, എന്താണ് അന്ധമായ വിശ്വാസം, കൃത്യമായ വിശ്വാസ സരണി എന്താണ് എന്ന് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുമുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് വിശ്വാസമാണ്. കൃത്യമായ സംശുദ്ധമായ വിശ്വാസമാണ്. ഈ വിശ്വാസം ഇടക്കിടക്ക് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോകും, അത് സ്വാഭാവികവുമാണ്. അത്തരം വിശ്വാസ
ജീർണതകളും വിശ്വാസ നഷ്ടങ്ങളും സംഭവിക്കുമ്പോൾ അവിടെ ഒരല്പമെങ്കിലും ഉണർന്ന് ചിന്തിക്കുവാനും ആലോചിക്കുവാനും വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾക്കൾക്ക് എല്ലാം കൃത്യമായ ബാധ്യതയും ഉത്തരവാദിത്വവുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് പോലും വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ മഹത്തായ ആദർശം ഒരു ആദർശമായി ആളുകൾ ഉൾക്കൊള്ളുന്നില്ല. പലപ്പോഴും അതൊരു മുദ്രാവാക്യമായി മാറിയിരിക്കുകയാണ്. അതെന്തിനൊക്കെയോ വേണ്ടിയുള്ളൊരു മുദ്രാവാക്യം. ചിലപ്പോൾ ഹാലിളകി ഒരു പരിധിവരെ പറഞ്ഞാൽ നല്ല ആരോഗ്യവും ചിന്താശക്തിയും ബോധവുമുള്ള ആളുകളെപ്പോലും ചവിട്ടിക്കൊല്ലാനും തല്ലിക്കൊല്ലാനുമുള്ള ഒരു പ്രേരണയുടെ ഭാഗത്തുള്ളൊരു മുദ്രാവാക്യമായി പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ്. അതിനൊക്കെ സാധാരണയായി നമ്മുടെയൊക്കെ നാട്ടിലെ ഔലിയാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ജദ്ബിൻ്റെ ഹാല് എന്നാണ് പറയുക. ദിക്റുകൾ ചൊല്ലി ജദ്ബിൻ്റെ ഹാലുകൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഭ്രാന്താവും. ആ ഭ്രാന്തമായ അവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലതരത്തിലുള്ള ചൂഷണങ്ങളും അവിടെയാണ് നടക്കുക. അവിടെ ഇരുട്ടുണ്ടാവും, അവിടെ വെളിച്ചം ഒഴിവാക്കും. ആ വെളിച്ചം ഒഴിവാക്കിയിട്ട് ആ ഇരുട്ടറയിൽ ചെയ്യാവുന്ന എല്ലാ ഈ ഭാഷകളിൽ ചിലപ്പോൾ ചെറിയ പ്രയാസങ്ങൾ നേരിടുന്നെങ്കിൽ പോലും സഹിക്കുക, എല്ലാ പോക്കരിത്തരങ്ങളും അവിടെ നടക്കും. അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ സംശുദ്ധതയിൽ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പലപ്പോഴും ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അബൂജഹൽ ഒരിക്കൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. കാരണം എന്താ അറിയാമോ? അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം അറിയാമായിരുന്നു. നമ്മുടെ ആളുകൾ അതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്ർ എന്ന നിലയിൽ സമൂഹത്തോട് ചൊല്ലിപ്പറയാൻ പറഞ്ഞ എണ്ണം എൻ്റെ കാഴ്ചപ്പാടിലും എൻ്റെ വിവരത്തിലും 100 ഏറ്റവും വലിയ എണ്ണം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ള 100. നമ്മുടെ നാട്ടിൽ സലാത്ത് കോടിയാണ്, ദിക്ർ കോടികളാണ്. നാരിയത്ത് സലാത്ത് ഈ 4ൻ്റെ കണക്കാണ്. 44, 444, 4444, 44,440, ഇങ്ങനെ 4കളുടെ കണക്കാണ്. എവിടുന്നാണ് ഇത് കിട്ടിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മുസ്തഫായ റസൂലുള്ളാഹി പഠിപ്പിച്ചത് 100. ഏറ്റവും വലിയ കണക്ക് റസൂലുള്ളാഹിയുടെ കണക്കിൽ 100. നമ്മുടെയൊക്കെ ആളുകൾ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലും. പക്ഷെ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ആരാധനക്കർഹരായി അല്ലാഹു അല്ലാതെ മറ്റൊരു ശക്തിയുമില്ല എന്നതെങ്ങനെയാണ് ഉൾക്കൊള്ളുക ഒരു മനുഷ്യൻ? അത് നമ്മുടെ ജനങ്ങൾക്ക് കൈമോശം വന്നു പോയിരിക്കുന്നു. അതിൻ്റെ ആശയം പഠിക്കുന്നതിൽ, ആശയം മനസ്സിലാക്കുന്നതിൽ നമ്മുടെ സമൂഹം വല്ലാതെ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. ആ പരാജയമാണ് ഇന്ന് പലപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ സന്ദേശം മനസ്സിലാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും സാഹചര്യങ്ങളിലേക്ക് മനുഷ്യൻ കോപ്പുകുത്തി വീഴാനുണ്ടായ സാഹചര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയെടുത്തലുള്ള തകരാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് 23 വർഷക്കാലവും പ്രവാചകർ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ സന്ദേശമാണ്. സഹോദരങ്ങളെ, ആ സന്ദേശം നമ്മൾ തിരിച്ചെടുക്കേണ്ടുന്ന, നമ്മൾ വീണ്ടും മനസ്സിലാക്കി പഠിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരു ശക്തിയും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ആരാധന എന്ത് എന്നൊന്ന് മനസ്സിലാക്കുന്നിടത്താൽ എന്താണ് ആരാധന? മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു. അദ്ദുആഉ, പ്രാർത്ഥനയാണ് ആരാധന. അദ്ദുആഉ, പ്രാർത്ഥനയാണ് ആരാധന. അപ്പോൾ പ്രാർത്ഥനാ നിർഭരമായ ഒരു വികാരം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്നുണ്ട് എങ്കിൽ ആ വികാര സമർപ്പണം അല്ലാഹു എന്ന മഹാശക്തിയുടെ മുമ്പിലല്ലാതെ ഒരു ശക്തിയിലേക്ക് തിരിഞ്ഞു പോകാൻ പാടില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന് പറഞ്ഞാൽ നമസ്കാരം പോലെയുള്ള കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രം സമർപ്പിക്കുക എന്ന് മാത്രമല്ല, അതും ആരാധന തന്നെയാണ്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ
ഒരു കുട്ടി നടന്നു പോകുന്നു. ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മളൊരു പിക്നിക്കിലാണെന്ന് വിചാരിക്കുക, നമ്മളൊരു യാത്രയിലാണ്. ആ യാത്രയിൽ നമ്മളെല്ലാവരും കുടുംബസമേതം എല്ലാവരും ഇരുന്ന് വളരെ സന്തോഷപുരസരം നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് വിരിപ്പിലൊക്കെ വച്ച് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് തട്ടാസിച്ച് ചിരിച്ച് ഉല്ലസിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മുടെ കുസൃതിക്കുട്ടൻ പെട്ടെന്ന് നമ്മളുടെ കണ്ണ് തെറ്റി കുറെ അകലും ദൂരത്തേക്ക് പോയിട്ടുണ്ട്. കുറച്ചുകൂടി ആ കുട്ടി മുന്നോട്ട് പോയാൽ, ഒരൽപ്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അപകടകരമായൊരു ഗർത്തത്തിലേക്ക് കുട്ടി വീണു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവൻ അങ്ങനെ വിട്ടാലോ അവൻ അവിടെ വീഴും. അങ്ങനെ വീണാൽ കുട്ടി നമുക്ക് നഷ്ടമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സന്ദർഭത്തിൽ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റെല്ലാവരുമുണ്ട്. അവരെല്ലാവരും ഒരേ ശബ്ദത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയോ ഭയപ്പാടോടുകൂടി ഒച്ച വയ്ക്കുകയോ ചെയ്യുകയാണ്. ഒരാൾ പറഞ്ഞു എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നെഞ്ചത്തെട്ടടിച്ചു. മറ്റൊരാൾ പറഞ്ഞു യാ ഷേഖ് മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നെഞ്ചത്തിട്ടടിച്ചു. ഒരാൾ പറഞ്ഞു എൻ്റെ ബദരീങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നെഞ്ചത്തിട്ടടിച്ചു. ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ വേലക്കാരിയോ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ള ഏതെങ്കിലും ഒരു അമുസ്ലിമാണ് എങ്കിൽ പിന്നെ അയാൾ വിളിച്ചു പറഞ്ഞു എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞു, അവരും വിളിച്ചു. ഇതെല്ലാം വൈകാരികമായി നമ്മൾ സമർപ്പിച്ച പ്രാർത്ഥനകളാണ്. ഇതെല്ലാം പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനാ സമർപ്പണത്തിൽ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ശരിയുള്ളൂ, ബാക്കി എല്ലാം അപകടകരമായ പ്രാർത്ഥനകളാണ്. ഒരുപക്ഷെ ഈ ലോകത്തെ ഏറ്റവും അശറഫായ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലും ഒരുപക്ഷെ ആളുകൾ വിളിച്ചു എന്ന് വന്നേക്കാം. അതും അപകടകരമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന വികാരം, പ്രാർത്ഥന എന്ന ആശയം അള്ളാഹു അല്ലാതെ മഹാശക്തിയിലേക്ക് ഒരു കാരണം, അള്ളാഹു എന്ന മഹാശക്തിയിലേക്കല്ലാതെ മറ്റു ഒരു വശത്തേക്കും തിരിച്ചു പോകാൻ പാടില്ല. ആ വികാരം നമുക്ക് സമർപ്പിക്കാൻ പാടില്ല. ഇസ്ലാമിന് വിരുദ്ധമാണ്. ഇസ്ലാം എന്ന വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന അപകടകരമായ പ്രാർത്ഥനയാണ് അതെന്നർത്ഥം. ബദരീങ്ങൾ മോശക്കാരായിട്ടാണോ? മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശക്കാരനാണോ? ഷെയ്ഖ് മുഹീദ്ദീൻ റഹിമഹുല്ലാ ഈ ലോകത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ലോകത്തെ മുസ്ലിം സമൂഹത്തെ ഒരു ഉന്നതമായ പാതയിലേക്ക് നയിച്ച, വെളിച്ചം നൽകിയ വലിയൊരു പ്രകാശം തെളിയിച്ച മഹാപുരുഷനാണ്. അദ്ദേഹം മോശക്കാരനാണോ? ഈ പറഞ്ഞതിൻ്റെ ആശയം അങ്ങനെയാണോ? അല്ല, ഒരിക്കലുമല്ല. ഇവരെല്ലാവരും പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമാണ് ആ വിളികൾ എന്നർത്ഥം. 23 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമാണ് പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കൽ. ബദറിന്റെ അടർക്കളത്തിൽ അടരാടി പോരാടി വീരചരമം പ്രാപിച്ച ആ മഹാപുരുഷന്മാർ എന്തിനു വേണ്ടിയാണോ വീരചരമം പ്രാപിച്ചത്, അതിന്റെ വിരുദ്ധമാണ് ഈ പ്രാർത്ഥന. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹീദ്ദീൻ റഹിമഹുല്ലാ അവരൊക്കെ നയിച്ച, ത്യാഗം ചെയ്ത ആ ത്യാഗം എന്തിനായിരുന്നുവോ ആ ത്യാഗത്തിന് വിരുദ്ധമാണ് ആ പ്രാർത്ഥന. അവരെല്ലാവരും പഠിപ്പിച്ചത്, അവരെല്ലാവരും അറിയിച്ചത്, അവരെല്ലാവരും നമ്മളെ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ സന്ദേശമാണ്. ആരാധന അള്ളാഹു അല്ലാതെ മറ്റൊരു ശക്തിയിലേക്കും തിരിച്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അള്ളാഹുലേക്ക് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നർത്ഥം. പക്ഷേ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു ആവലാതികളോ വേവലാതികളോ മാനസികമായ എന്തെങ്കിലും സംഘർഷങ്ങളോ നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അന്വേഷിക്കുന്ന ആരെയാണ്? നമ്മുടെ നാട്ടിൽ ഇത് ഒരു കാലഘട്ടത്തിൽ ഇല്ലാതെയായി പോയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ തിരിച്ച് പല കോലത്തിലുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിവരവുമില്ലാത്ത എന്തെങ്കിലും ഹോജാക്കന്മാരെയോ സിദ്ധന്മാരെയോ ആ സിദ്ധന്മാരെയും അതൊക്കെപ്പെട്ട് ഈ മുസ്ലിങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കാളിമാരെയും അതോടൊപ്പം തന്നെ സ്വാമിമാരെയും പറയാൻ കൊള്ളില്ലാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം കൂപ്പുകുത്തിയിരിക്കുന്ന അവസ്ഥയിലാണ്. ഇസ്ലാം വളരെ വ്യക്തമാണ്. ഖുർആൻ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമാണ്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനം നമ്മൾക്ക് വളരെ കൃത്യമാണ്. ഈ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴി ഏതാണോ ആ വഴിയിലൂടെ കൃത്യമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തവക്കുൽ, അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും വിജയം നമ്മുടെ ഭാഗത്ത് തന്നെയാണ്. നമ്മുടെ ഉസ്താദ് ഇവിടെ നമ്മളോട് പറഞ്ഞു, എന്തായിരുന്നു ആ ഹിജ്റയുടെ ത്യാഗം? എന്തായിരുന്നു ആ ഹിജ്റയുടെ ത്യാഗം? നമുക്കറിയാമല്ലോ, നമ്മൾ വായിച്ചില്ല, നമ്മൾ കേട്ടു. ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം
അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വളരെ വിശാലമായ ഒരു കടലാണ്. ആ കടലിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. തൊട്ടുപിറകെ ശത്രുക്കളുണ്ട്, സർവായുധ വിഭൂഷിതരായ ശത്രുക്കൾ തൊട്ടുപിറകെ, മുമ്പിൽ കടൽ. അദ്ദേഹം നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജനത പോലും അദ്ദേഹത്തോട് ചോദിച്ചു, ഇനി എന്താ നമ്മൾ ചെയ്യുക? യാ മൂസ, ഇനി നമ്മൾ എന്ത് ചെയ്യും? മുമ്പിൽ കടൽ, പിറകെ ശത്രുക്കൾ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു ഇനി? അദ്ദേഹവും ആകെ ഇങ്ങനെ പകച്ചു നിന്നുപോയി. അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ട്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ വിശ്വാസം സംശുദ്ധമാണ്. ഏറ്റവും ശുദ്ധമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലിയും സരണിയുമാണ് അദ്ദേഹം പടുത്തുയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സർവസ്വം അള്ളാഹു തവക്കുൽ ചെയ്തിരിക്കുകയാണ്. പടച്ച തമ്പുരാൻ ഒരു വഴി കാണിച്ചു തരുമെന്ന വ്യക്തമായ ബോധവും വിശ്വാസവും അദ്ദേഹത്തിനുണ്ട്. ഒട്ടും വൈകിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫദ്രിബ് ബിഅസാക്കൽ ബഹർ, നീ ആ കടലിൽ നടിക്കും മൂസ. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടിയുണ്ട്, ആ വടി കൊണ്ട് കടലിൽ അടിച്ചു. അത്ഭുതകരമാവണ്ണം കടൽ രണ്ടായി പിളർന്നു. 12ഓളം വഴികളുണ്ടായി. ആ വഴികളിലൂടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും തൻ്റെ ജനതയും രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മ പെരുന്നാൾ എന്ന നിലയിലാണ് അടുത്ത ദിവസം നമ്മൾ നോമ്പനുഷ്ഠിക്കേണ്ടത്. ആ നോമ്പനുഷ്ഠാനത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായി അറിയാം. ബീവി ആയിഷ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസും. ആ ഹദീസിൻ്റെ ആശയത്തിൽ ഇപ്രകാരമാണ്: ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി അനുഷ്ഠിച്ചിരുന്ന നോമ്പ് മുഹറം 10-ാം തീയതിയിലെ നോമ്പാണ്. അത് ജാഹിലിയ കാലഘട്ടത്തിലെ ഖുറൈശികളും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് അനുവർത്തിച്ചു. മക്കയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കേട്ട ഹിജറ സംഭവം ഉണ്ടായി. ആ ഹിജറ കഴിഞ്ഞ് മദീനയിലെത്തിയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പനുഷ്ഠാനം നിർവഹിക്കുകയുണ്ടായി. അങ്ങനെ ഹിജറ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് റമദാൻ നോമ്പനുഷ്ഠാനം നിർബന്ധമാകുന്നത്. മുസ്ലിമീങ്ങൾക്ക് റമദാൻ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ പ്രവാചകൻ പ്രഖ്യാപിച്ചു, ഫമൻ ഷാ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. ഇനി ആരെങ്കിലും ഉദ്ദേശിക്കുന്നില്ല, നോമ്പ് അത് ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്തു കൊള്ളട്ടെ, അതിനും വിരോധമില്ല. ഇഷ്ടമുള്ളവർക്ക് അനുഷ്ഠിക്കാം, ഇഷ്ടമുള്ളവർക്ക് അത് അനുഷ്ഠിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ റമദാനിലെ നോമ്പ് നിബന്ധനയാക്കിയപ്പോൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവെങ്കിലും സഹാബിയന്മാർക്ക് വീണ്ടും ഒരു സംശയം. പ്രവാചകരെ, അത് ക്രിസ്ത്യാനികളും യഹൂദരും ഇത് ആദരിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളും യഹൂദരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചപ്പോൾ യഹൂദന്മാരും ഈ നോമ്പനുഷ്ഠിക്കുകയാണ്. അപ്പോൾ നബി ചോദിച്ചു, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ നോമ്പനുഷ്ഠിക്കുന്നത്? അതോ ഞങ്ങളുടെ പൂർവികനായ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിജയം ഈ ദിവസമാണ് സംഭവിക്കുകയുണ്ടായത്. ആ വിജയത്തെ, ആ വിജയാഘോഷം ഞങ്ങൾ കൊണ്ടാടുന്നതിൻ്റെ ഭാഗമെന്ന നിലയിൽ ഒരു ഓർമ്മ പെരുന്നാളായി ഞങ്ങൾ ഈ ദിവസം നോമ്പനുഷ്ഠിക്കുകയാണ്. ഓഹോ, എങ്കിൽ നിങ്ങളെക്കാൾ മൂസയോടെ ഏറ്റവും അവകാശപ്പെട്ടവരും ആ ആദർശത്തിൻ്റെ പ്രയോക്താക്കളുമായവർ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠാനം സഹാബിയന്മാരോട് നിർദ്ദേശിക്കുകയും പ്രവാചകൻ അനുഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ സഹാബിയന്മാർ ചോദിച്ചു, പ്രവാചകരെ, യഹൂദന്മാരും ക്രിസ്ത്യാനികൾ ഇത് ഇങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ നമ്മളും അങ്ങനെയോ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നമ്മൾ ജീവിക്കുമെങ്കിൽ നമ്മൾക്ക് അസൂമന്നത്താസെ 9ാമത്തെയും കൂടി നോമ്പ് നമുക്ക് അനുഷ്ഠിക്കാം എന്ന് പറഞ്ഞാൽ യഹൂദ ക്രൈസ്തവരിൽ നിന്ന് വിഭിന്നമാവുക എന്ന ലക്ഷ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചൊരു നിർദ്ദേശമാണ്. ദൗർഭാഗ്യവശാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം ജീവിക്കുകയുണ്ടായില്ല. പ്രവാചകൻ അതിനു മുമ്പായി മരണപ്പെടുകയാണ് ചെയ്യുകയുണ്ടായത്. അപ്പോൾ ആ നോമ്പിൻ്റെ ഹൃസ്വമായ രീതിയും ചരിത്രവും അതാണ്, നമ്മളത് കേട്ടതുമാണ്. നാം പറഞ്ഞു വന്നത്, ആ നോമ്പ് പക്ഷേ ഞാൻ പറഞ്ഞുവല്ലോ, ഒരു വിഭാഗം ആളുകൾക്കത് അനുഗ്രഹമായി, മറ്റൊരു വിഭാഗം ആളുകൾക്ക് ഒരു ഗുണവും ചെയ്തില്ല. എന്താ കാരണം? ഒരു വിഭാഗം ആളുകൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ജാഹിലിയ കാലഘട്ടത്തിലെ ഖുറൈശികൾ ഈ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിലെ ഖുറൈശികൾ ആ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രവാചകൻ അപ്പോൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമുള്ളവർക്ക് അനുഷ്ഠിക്കാം, അല്ലാത്തവർക്ക് ഉപേക്ഷിക്കാം എന്നും പറഞ്ഞു. പിന്നീട് യഹൂദന്മാർ അതിനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകന്റെ ഭാഗം എന്ന നിലയിൽ ഒരു സുന്നത്തിന്റെ അമലായി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവർക്കൊക്കെ അതിൻ്റെ കൂലി കിട്ടി. ഖുറൈശികൾക്കോ അതിൻ്റെ കൂലിയില്ല. എന്തുകൊണ്ട്? വിശ്വാസം സംശുദ്ധമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന മഹത്തായ ആശയം അവരിൽ കൃത്യതയിലല്ല. അങ്ങനെ ഇല്ല.
ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് വിരുദ്ധമാണ് വിശ്വാസം. അപ്പോൾ ഒരു മനുഷ്യൻ എത്രയോ നന്മ ചെയ്യുന്നു, ധാരാളം നന്മകൾ ചെയ്യുന്നു. 1 കോടിയുടെ പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു സാധുവായ മനുഷ്യൻ ഇവിടെ കണ്ണൂർ, ഒരു ഹിന്ദുവാണ്, നമസ്കരിക്കുന്ന മുസ്ലിങ്ങളാണ്, അയാൾക്ക് യാതൊരു ഗുണമില്ല. ഈ ദുനിയാവിൽ എന്തെങ്കിലും പോപ്പുലാരിറ്റി എന്തെങ്കിലും കിട്ടും എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല. മരിക്കുവോളം മദർ തെരേസ ഒട്ടേറെ സേവനം ചെയ്തിട്ടുണ്ട്. എന്ത് ഫലം? ഒരു ഫലവുമില്ല. ഇപ്പോഴും നമ്മൾ മദർ തെരേസയുടെ പേര് പറഞ്ഞിങ്ങനെ ഭൗതികമായ എന്തെങ്കിലും നേട്ടം, ആ പ്രശസ്തിയുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവൻ്റെ പ്രവർത്തനങ്ങളെ കരുപ്പിടിപ്പിക്കേണ്ട ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സംശുദ്ധമായ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ യാതൊരു കലർപ്പും ഉണ്ടാകാൻ പാടില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വന്നേക്കാവുന്ന ഏത് തരത്തിലുമുള്ള പരീക്ഷണങ്ങളും ആ പരീക്ഷണങ്ങൾ പടച്ച തമ്പുരാന്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കാൻ അവൻ നിർബന്ധിക്കപ്പെട്ടവനാണ്. അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, ആ വേദഗ്രന്ഥങ്ങളുടെ പ്രവർത്തന രീതി സമർപ്പണം ചെയ്യുന്ന പ്രവാചകന്മാരിലുള്ള വിശ്വാസം, ഈ പ്രപഞ്ചത്തിൻ്റെ അന്ത്യത്തിലുള്ള വിശ്വാസം. 6ാമത്തെ വിശ്വാസം എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ജയപരാജയങ്ങൾ, പരീക്ഷണങ്ങൾ, സൗഭാഗ്യങ്ങൾ, ദൗർഭാഗ്യങ്ങൾ എല്ലാം തീരുമാനിക്കുന്നവൻ ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ അവൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത്, നീ നൽകിയത് നൽകുന്ന തടയുവാൻ ഒരുത്തനും കഴിയില്ല. വലാ മുഅതി, നൽകുന്നവരുമാരുമില്ല, നീ തടഞ്ഞത് നൽകുവാനും ഒരുത്തനും കഴിയില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മളോട് പറയാൻ നിബന്ധനയാക്കിയ പ്രാർത്ഥന. ഇത് പറയുന്ന മുസ്ലിം, ഇത് പറയാൻ വിധിക്കപ്പെട്ട മുസ്ലിം പിന്നെ എങ്ങനെയാണ് അവന് ഏതെങ്കിലും പള്ളിയുടെയും ഔലിയാവിൻ്റെയും വളരുന്ന കല്ലിൻ്റെയും നീളുന്ന ഖബറിൻ്റെയും അടുക്കലേക്കൊക്കെ പോകാൻ കഴിയുക? എന്തൊരു വിശ്വാസ ദൗർബല്യമാണെന്നറിയാമോ? ഞങ്ങളുടെ നാട്ടിൽ മുളവരുണ്ട്, വളർന്നു വരുന്ന എപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുന്ന ഖബറിനെ ഞാൻ കാണുന്ന കാലം മുതൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ വലുതാവാറില്ല. ഈ അടുത്ത കാലത്തുണ്ട് ഒരു കല്ല് കാണുന്നുണ്ട്, ഇങ്ങനെ ഒരു കല്ല്, വളരുന്ന കല്ല്. അതിന് വേണ്ടിയിട്ട് പിന്നീടൊരു കൂടാരം കെട്ടി, പിന്നീട് അത് വളർന്നിട്ടില്ല. വെറുതെ ഇങ്ങനെ ഓരോരോ പ്രചണ്ഡമായ പ്രചരണങ്ങൾ. ആ പ്രചരണങ്ങളുടെ മുമ്പിൽ പോയി നമ്മുടെ ആളുകൾ പോയി മാലയിടുക, പിന്നീട് ആ മാല എടുത്തിട്ട് പിന്നീട് എന്ത് ചെയ്യുക, നമ്മൾ തന്നെ കുങ്കുമമായി ഭസ്മമായി. എന്ത് തികഞ്ഞ ഹൈന്ദവ ആചാരവും വിശ്വാസവുമാണ് ഏതാണ്ടൊക്കെ നമ്മുടെയൊക്കെ പള്ളികളിൽ ഇപ്പോൾ അരങ്ങിറക്കിക്കൊണ്ടിരിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ ഒരു പഠനാവശ്യാർത്ഥം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഭീമാപ്പള്ളിയിലേക്ക് പോയാൽ എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു പള്ളി ഞാൻ കണ്ടതും അതാണ്. ആ പള്ളിയിലേക്ക് ചെന്നാൽ ശരിക്കും തികച്ചും ഒരു ഹൈന്ദവ ആചാരമാണ് അവിടെ നടക്കുന്നത്. 2 മക്ബറകളാണ്. ഭീമാ ബീവിയുടെയും മാഹിൻ അബൂബക്കർ വലിയുള്ളയുടെയും ഒരു മക്ബറ. പിന്നീട് കല്ലടി മസ്താന്റെ മറ്റൊരു മക്ബറയാണ്. കല്ലടി മസ്താൻ എന്താണ്? അദ്ദേഹം പ്രത്യേകിച്ച് ആരോടും വർത്താനം പറയില്ല. പിന്നീട് ബീഡി ചുണ്ടത്തുനിന്ന് എടുക്കുകയില്ല. അങ്ങനത്തെ വളരെ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുന്ന ഒരാളുടെ അടുത്തും ഒരു വർത്താനം പറയില്ല. ബീഡി വായിന്ന് എടുക്കുകയില്ല. ഒരു തോർത്തും കൊണ്ടെടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ചിത്രം മിക്കവാറും ആ ഭാഗങ്ങളിലുള്ള വീടുകളിലൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെന്നാലോ ഒരു കിളിവാതിലിൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലണം. അപ്പോൾ ഒരു മയിൽപ്പീലി കൊണ്ടുള്ളൊരു ചൂല് കൊണ്ടെന്ത് ചെയ്യും, നമ്മുടെ തല മുതൽ ഈ എവിടെ വരെയൊക്കെ മുട്ടിക്കാൻ പറ്റും അവിടെയൊക്കെ മുട്ടിക്കും. അതാണായാലും പെണ്ണായാലും കണക്ക് തന്നെ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും കാണിക്ക കൊടുക്കണം. എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാണിക്ക? 2 കാര്യങ്ങളാണ്. 2 കാര്യങ്ങൾ. ഒന്ന് മുല്ലപ്പൂവാണ്, മുല്ലപ്പൂമാല. പിന്നെയോ വീടിയും തീപ്പെട്ടിയും കൊടുക്കണം. അവിടെ വീടിയും തീപ്പെട്ടിയാണ്. കാരണം ഞങ്ങളുടെ ആള് വീടി സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോഴും പുള്ളിക്കാതെ വേണം. അതാണ് പുറത്തൊക്കെ വിൽപ്പന നടത്തുന്നത്. എന്താണ് ഈ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. കുല്ലു മുസ്കരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഹറാമാണ്. അതേ ഹറാമായ കാര്യമാണ് ഇവിടെ നിവേദ്യമായി സമർപ്പിക്കേണ്ടത്. എന്നിട്ടോ നമ്മളത് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അപ്പുറത്തേക്ക് നമ്മൾ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ഒരു എണ്ണപ്പാത്രത്തിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചു തരും. അത് നമ്മൾക്ക് കുടിക്കാൻ തലയിൽ പെരട്ട എന്തോ ഒരു ഭക്തി ആദര പരിസരമാണെന്നറിയാമോ ആളുകൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ചായക്കടയിലേക്കുള്ള ഗ്ലാസ്സൊക്കെ എടുത്ത് വയ്ക്കുന്ന ഒരു ഓളുണ്ട്. ആ ഓളിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അരിയും കുരുമുളകും ഇതൊക്കെ കൂടി കൊടുത്തു തരും. പ്രസാദവും കിട്ടി. ആ പ്രസാദത്തിൻ്റെ കൂടെ ഇന്നലെ ഇട്ട മുല്ലപ്പൂ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവും. അത് തലക്കും ഭാഗത്താണ് ആദ്യം ഇടുക. ഖബറിൻ്റെ തലക്കും ഭാഗത്ത് ആദ്യം ഇടുക.
അത് പിന്നീട് വരുന്ന മുല്ലപ്പോഴൊക്കെ തലപ്പൊങ്ങാതെ അല്ല മറ്റതിങ്ങനെ നീക്കി കാൽപാദത്തിൻ്റെ അടുത്തേക്ക് എത്തും. അവിടെ എത്തുമ്പോഴത്തേക്ക് അത് ഉണങ്ങിയിട്ടുണ്ടാവും. ആ ഉണങ്ങിയ മുല്ലപ്പൂ എടുത്തിട്ട് നമുക്ക് കുറച്ച് പിച്ചി നമ്മുടെ കയ്യിലേക്ക് സായുജ്യം. പിന്നീട് കുറച്ചുകൂടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു മരുന്ന് കിണറുണ്ട്. വളരെ വിശിഷ്ടമായൊരു കുളിയാണ്. ആണും പെണ്ണും ഒരു ചെറിയ മറയുണ്ട്. മരുന്നല്ലേ, മരുന്ന് കിണർ എന്നാ അതിന് പറയുന്ന പേര് തന്നെ. എന്താണ് ഈ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു. വിശ്വാസം ചൂഷണം ചെയ്യുകയാണ്. ഡോക്ടർ മുസ്തഫ ലത്തുഫിൽ മൻഫൂലിയത്ത് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. അദ്ദേഹം ഐനൽ ഫദീല എന്ന് പറയുന്ന ഒരു പാഠഭാഗം ഒരിക്കൽ ഞങ്ങൾക്കൊക്കെ പഠിക്കാനുണ്ടായിരുന്നതാണ്. അതിൽ അദ്ദേഹം മനുഷ്യ മസ്തിഷ്കങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ തരത്തിലുള്ള ആളുകളെ സമർപ്പിക്കുന്ന രംഗമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഈ ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ കേരളത്തിലേക്ക് ചുരുങ്ങാം. കേരളത്തിൽ ഇപ്പോൾ മതപണ്ഡിതന്മാരും ഈ മതക്കച്ചവടക്കാരും ആത്മീയ വിൽപ്പനക്കാരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസം എന്താണെന്ന് വെച്ചാൽ യബീഉൽ ഉലമാഉ ഉഖൂലൽ ജുഹലാഇ ഫീ സൂഖിൽ ജഹൽ. വിവരമുള്ള പണ്ഡിതന്മാർ, വിവരക്കേടല്ല, അവരെ സംബന്ധിച്ചോളം വിവരക്കേടല്ല, അവർ വിവരക്കൂടുതലാണ്. പക്ഷെ സമ്പത്തുണ്ടാകാൻ ഇത്തരത്തിലുള്ള ചില ചൂഷണങ്ങൾ ആവശ്യമാണ്. സമ്പത്ത് മാത്രമല്ല, ഇരുട്ടിൻ്റെ മറയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ തകരാറ്. അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മുടെ ആൾക്കാരാണ്. നമ്മൾക്കറിയാമല്ലോ, ഞാൻ കൂടുതൽ പറയട്ടല്ലോ. യബീഉൽ ഉലമാഉ, പണ്ഡിതന്മാർ വിൽക്കുകയാണ്. ഉഖൂലൽ ജുഹലാഇ, വിവരമില്ലാത്തവരുടെ പാവപ്പെട്ടവരുടെ ചിന്തകളെയും അവരുടെ ബുദ്ധിയെയും അവർ വിൽപ്പന നടത്തുകയാണ്. ഫീ സൂഖിൽ ജഹൽ, വിവരക്കേടിൻ്റെ ചന്തയിൽ വിവരമുള്ളവർ വിവരമില്ലാത്തവരുടെ ഈ മസ്തിഷ്കങ്ങളെ അതിനെ പ്രക്ഷാളനം ചെയ്യുവാനും അതിനെ വിൽക്കുവാനും സന്നദ്ധമാകുമ്പോൾ ഇതിനേക്കാൾ അപ്പുറമുള്ളത് നടക്കും. അവിടെ ഭ്രാന്തുണ്ടാകും. അവിടെ തുണിയില്ല വറയില്ല, ഒന്നുമില്ലാതെ നിങ്ങൾക്ക് അവിടെ ചെന്ന കാണണം. ഭ്രാന്തമായ അവസ്ഥയിൽ പാവപ്പെട്ടവരായ ആളുകൾ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെവിടെയെങ്കിലും എന്തെങ്കിലും ആശ്വാസം കാണാൻ വേണ്ടി നടക്കുന്ന സന്ദർഭത്തിൽ അവരെ ചൂഷണം ചെയ്യാനെങ്കിലുള്ള ആളുകളുണ്ട്. ആ ആളുകൾ ഇങ്ങനെ ചൂഷണം ചെയ്യുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള വൃത്തികേടുകൾ നമ്മൾക്ക് കാണേണ്ടി വരുന്നു. ഇതിനെ സംബന്ധിച്ചുമുള്ള ഒരു ബോധവൽക്കരണമാണ് നമ്മൾ നടത്തേണ്ടത്. മാത്രവുമല്ല, ഇന്നിൻ്റെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഈ രംഗത്ത് ഞങ്ങൾക്കുണ്ടാകണം. കാരണം ഇന്ന് ഇത്രയും കാലം നമ്മൾക്ക് പടച്ചും ചില അനുഗ്രഹങ്ങൾ നൽകി ഏറ്റവും വലിയ ഷർറായി മാറിയിരിക്കുകയാണ്. എനിക്ക് ആ വിഷയത്തിലൊരു കാര്യം സൂചിപ്പിക്കാൻ, നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരും നെറ്റ് ഉപയോഗിക്കുന്നവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ദയവായി നിങ്ങളുടെ സമയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകണം. നിങ്ങളുടെ സമയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകണം. നെറ്റിൽ വിളിക്കും, ആരെ വിളിക്കണം? ഉമ്മക്ക് ഫോൺ ഇവിടുന്ന് നമ്പർ കാണാത്ത ഫോൺ തന്നെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് പേടിയാ. കുടുങ്ങി, ഇനി ഇപ്പം ഒന്നും തീരുള്ളത്. ഫോണ് നമ്മുടെ വലിയ പ്രയാസം. നമ്മുടെ ആൾക്കാർ പണ്ട് വളരെ പ്രയാസപ്പെട്ട് കാത്തിരുന്ന ഫോണാണ്. ഇന്ന് ആ ഫോൺ കാണുമ്പോൾ പേടിയാണ്. നെറ്റ് നമ്പറില്ലാത്ത ഫോണാണെങ്കിൽ തീർച്ചയായിട്ടും പേടിയാണ്. കാരണം എന്താ, ഇന്ന് നിർത്തൂല. എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല മോനെ. എന്നാലും ഭക്ഷണം കഴിച്ചോ? എന്നായിരുന്നു കറി? മുളക് എവിടെ നിന്ന് വാങ്ങിച്ചേ? ഉപ്പ് അത്രയൊന്നും കൂട്ടണ്ട കേട്ടോ. നെറ്റിന് കുറച്ച് പൈസ ചിലവാകുള്ളൂ. നമ്മുടെ സമയത്തിനുള്ളൊരു വില. വെറുതെ ഇങ്ങനെ ഒരാവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, ഒരാവശ്യമില്ലാത്ത വിശേഷണങ്ങൾ, ഒരാവശ്യമില്ലാത്ത അന്വേഷണങ്ങൾ. എന്തിനാണത്? സഹോദരന്മാരെ, വെറുതെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയരുത്. അള്ളാഹു ഈ സമയത്തെക്കുറിച്ച് ചോദിക്കും. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനം പറയണം. നിങ്ങൾ എന്തിനു വേണ്ടി നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ ഉപയോഗിച്ചു? നിന്റെ സമയത്തിൽ നിന്ന് ഒഴിവായി, നിന്റെ ജോലിയിൽ നിന്ന് നീ ഒഴിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൻസബ്, നീ വേറെ എന്തെങ്കിലും ജോലിയിൽ വ്യാപൃതനാകണം. നിനക്ക് അധ്വാനിക്കാൻ സമയമുണ്ട്, ചിന്തിക്കാൻ സമയമുണ്ട്. നീ ചിന്തിക്കണം, ആലോചിക്കണം. സാഹചര്യങ്ങളെയും സമയങ്ങളെയും നീ നിനക്ക് വേണ്ടി, നിന്റെ ഗുണത്തിന് വേണ്ടി, നിന്റെ നാളേക്ക് വേണ്ടി നീ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് നീ അത് നിനക്ക് ലാഭവത്താക്കാൻ വേണ്ടി നീ ശ്രമിക്കണം എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ ചില സമയത്ത് ഇവിടെ മദ്രസയിലും കുട്ടികൾ ചില ഫോണൊക്കെ കൊണ്ടുവരാണുമ്പോഴേ എനിക്ക് തന്നെ പേടിയാവും. കാരണം പിള്ളേരുടെ കയ്യിലിരിക്കുന്ന ഫോണൊക്കെ അതിന് മാത്രം വില പിടിച്ചതാണ്. ഫോണൊന്നും അല്ല കൊണ്ടുവരണം. എന്താ പ്രൊജക്ടറൊക്കെ പിള്ളേർ കൊണ്ടുവരണം. പ്രൊജക്ടർ, കാരണം അതിങ്ങനെ കാണിച്ചിട്ട് എന്നെ കാണിച്ചു തരണം. ഈ മതിലടിച്ചിട്ട് ഉത്സാഹം കണ്ട ഈ പിന്നെ ഫുട്ബോളൊക്കെ കളിക്കണത് ഫോണില്. ആരാ ഇത് കൊടുക്കുന്നത്? കുട്ടികൾക്ക് വെറുതെ എവിടെ നിന്നെങ്കിലും കിട്ടുമോ പൈസ? നമ്മൾ അധ്വാനിച്ചാണ് നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്നത്. അങ്ങനെ നശിപ്പിച്ചാണ് നമ്മുടെ നാട്ടിൽ ഈ അടുത്ത ദിവസമൊക്കെ നിങ്ങൾ വാർത്താ മാധ്യമത്തിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ താത്തായെ ഹസനായ എന്താ പേരുകളുടെ
ഞങ്ങൾക്കിപ്പോൾ പരസ്യമായിട്ടൊന്ന് ചുംബിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇനി ഏതാ പൊക്കി കൊടുക്കണേ അല്ലാഹുവാലം. അത് നാളത്തെ പത്രത്തിൽ ഇനിയിപ്പോൾ അതായിരിക്കും വരാൻ പോണത്. എനിക്ക് ഇങ്ങനെ ചെയ്യണം, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്, ആര് ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ അതിനുണ്ടാവും നമ്മുടെ ആൾക്കാർ കൂട്ടുകൂടാ. ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അടക്കമാണ്. 2-ാം തീയതി നമ്മുടെ നാട്ടിൽ പരസ്യ ചുംബനം, അതൊരു സംഭവമാകാമോ? വാട്സപ്പ് എന്ത് കൂട്ടായ്മ? ഫേസ്ബുക്ക് കൂട്ടായ്മ. എന്തൊരു നല്ല കൂട്ടായ്മ, എന്തൊരു മധുരകരമായ കൂട്ടായ്മ, അറിഞ്ഞുകൂടാ. അതിന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മുടെ നമ്മുടെ ഈ സമൂഹം എപ്പോഴും ഉണ്ടാവും മുമ്പിൽ ആരെങ്കിലും. കാരണം അത് മതിയല്ലോ. എവിടെ എന്തിനു പിടിച്ചാലും, കഞ്ചാവ് പിടിച്ചോ കാക്കാമാരുണ്ട് അല്ലേ? നിങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ. കഞ്ചാവ് പിടിച്ചോ, അതിൻ്റെ അകത്ത് 4 പേരുണ്ടെങ്കിൽ 3 അന്തറിയമ്മമാരായിരിക്കും. ഒരാൾ ചിലപ്പോൾ ആ അന്തറിയമ്മൻ്റെ കൂടെ അറിയാതെ കൂടിപ്പോയതായിരിക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ് എല്ലാ മേഖലയിലും. ഈ രാജ്യത്ത് ഈ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചാനലുകാരുണ്ട്, പത്രക്കാരുണ്ട് എന്നൊക്കെ അറിയാം. എന്നാലും പിടിച്ചുണ്ടാവും കുട്ടീനെ സ്കൂളിൽ നിന്ന്. ഇനി നമുക്ക് എക്സിബിഷൻ്റെ അതൊക്കെ ശരിയാക്കണ്ടേ? കുട്ടിയുടെ വീട്ടിൽ പോയി എടുത്തിട്ട് പിന്നെ കൊണ്ടുപോകണം വേറെ വല്ലയിടത്തിലേക്ക് വരും. ഇന്നലത്തെ പത്രത്തിലെ വാർത്തയിൽ പറഞ്ഞത് അതും വേറെ ആരുമല്ല, ഈ ഇസ്ലാം ദീൻ്റെ ആൾക്കാർ തന്നെയാണ്. സഹോദരന്മാരെ, നമ്മൾ ഉണർന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ മക്കളും പാഠശാലകളിലാണ്. നമ്മുടെ മക്കളും ഈ മേഖലകളിൽ വ്യാപരിക്കേണ്ടവരാണ്. നമ്മുടെ മക്കൾ ഈ സമൂഹത്തിനിടയിൽ നമ്മളോടൊപ്പം ജീവിക്കേണ്ടവരാണ്. എങ്ങനെ ജീവിക്കാൻ കഴിയും ഈ അവസ്ഥയിലാണെങ്കിൽ? അപ്പോൾ നമ്മൾ ചടകുടഞ്ഞ് എഴുന്നേൽക്കണം. നമ്മുടെ വിശ്വാസം എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഈ വിശ്വാസത്തിൽ സംഭവിച്ചിട്ടുള്ള ജീർണതകൾ എന്താണെന്ന് നമ്മൾ പഠിക്കണം. ആ ജീർണതകളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള അത്യധ്വാനത്തിൽ നമ്മൾ പങ്കാളികളാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രവർത്തന രംഗത്ത് കൊണ്ടുവരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരസ്പരമുള്ള ഡിബേറ്റുകളും അതോടൊപ്പം തന്നെ ചർച്ചകളും സെമിനാറുകളും വിവിധ ഭാഗങ്ങളിലുള്ള പ്രഭാഷണങ്ങൾ ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം ഈ രംഗത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ സന്ദേശം നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിയമമാക്കിയ ഒരു സുന്നത്തായ കർമ്മമാണ് ആശുറ നോമ്പ്. 9-ാമത്തെയും 10-ാമത്തെയും നോമ്പനുഷ്ഠിക്കുന്നത് വളരെ ഗുണകരമായൊരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ലഘുലേഖ നിങ്ങൾക്ക് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. പൈസ ഉണ്ടാക്കിയ ലഘുലേഖ ഉണ്ട് നിങ്ങളുടെ കൈകളിൽ. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ എത്തും. നിങ്ങളത് നന്നായി വായിച്ചു പഠിക്കണം. എന്തിന് ആ നോമ്പനുഷ്ഠിക്കണം? എന്താണ് അതിൻ്റെ ഫലം? ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ, എന്താണ് അതിൻ്റെ ഫലം? വളരെ കുറഞ്ഞ ആൾക്കാരെ മറുപടി പറയുന്നുള്ളൂ. ആ മറുപടി നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കൂ. എന്നിട്ട് അതിൻ്റെ ആ പ്രതിഫല പ്രതീക്ഷയിൽ നിങ്ങൾ ആ നോമ്പനുഷ്ഠിക്കണം. വെറുതെ അനുഷ്ഠിച്ചാൽ പോരാ. ഞാനിത് ചെയ്താൽ എനിക്ക് ഈ കൂലിയുണ്ട് എന്ന ബോധത്തോടു കൂടി ആയിരിക്കണം. മനുഷ്യരാണ്, സ്വാഭാവികമായ സാഹചര്യങ്ങളിൽ അറിഞ്ഞും അറിയാതെയും തിന്മകൾ ചെയ്തു പോകും, കണ്ടുപോകും, കേട്ടുപോകും. അത് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അതുണ്ടാകും. വൻ പാപങ്ങൾ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ നമ്മളിൽ വന്നുപോയി ചെറുപാപങ്ങൾ ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പനുഷ്ഠാനം കൊണ്ട് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരും. പറഞ്ഞു വെച്ചേ, കഴിഞ്ഞൊരു വർഷക്കാലഘട്ടത്തിൽ ചെയ്തു പോയ പാപങ്ങൾ, ചെറുപാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ആശുറ നോമ്പ്. അതുകൊണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം, ആ നോമ്പ് രക്ഷിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരു വർഷക്കാലഘട്ടത്തിൽ നമ്മുടെ മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടാൻ അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആ പാപങ്ങൾ പുറത്തു കിട്ടാൻ സാധ്യമാകും വിധത്തിൽ ആ നോമ്പിനെ വിജയകരമായി പിടിച്ച് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു സന്തോഷ വാർത്ത അതിനോടനുബന്ധിച്ച് ചേർത്ത് പറയട്ടെ. ഇൻഷാ അല്ലാഹ് 10-ാം തീയതി, അതായത് ആശുറ നോമ്പിലെ 10-ാം തീയതിയിലത്തെ നോമ്പിൻ്റെ നോമ്പ് തുറ നമ്മൾ ജാലിയാത്തിന്, ഇവിടെയല്ല, നമ്മൾ ജാലിയാത്തിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ വെച്ച് ഇൻഷാ അല്ലാഹ് അവിടെ ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കില്ല, ദയവായി ക്ഷമിക്കണം. സഹോദരന്മാർക്ക് പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ മഹത്തായ സംരംഭത്തിൽ പങ്കാളികളാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടി എന്ന നിലക്ക് നമ്മൾ ഈ കുറി ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇൻഷാ അല്ലാഹ്, നമ്മുടെ ഒരു സാധാരണ നമ്മൾ നടത്തുന്നൊരു നോമ്പ് തുറ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇതിനെ കൂടി നിങ്ങൾ പങ്കാളികളാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുമ്പോൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയോട് കൂടി അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ മഹത്തായ സംരംഭത്തിൽ നമ്മൾ പങ്കാളികളായത്. ഇത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ച ഒരു സാലിഹായ അമലായി പരിഗണിച്ചുകൊണ്ട് അർഹമായ പ്രതിഫലം നിങ്ങൾക്കും ഇവിടെ ഇതിനു വേണ്ടി പങ്കാളികളായ ഞങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ ഈ സന്ദർഭത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിച്ചും നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് തുടർ സാഹചര്യങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിരക്ഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നല്ലത് പഠിക്കാനും ആ പഠിക്കുന്ന നന്മകളും അവർക്കും നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒട്ടേറെ പാപങ്ങൾ ചെയ്തു പോയവരാണ്. റബ്ബ് സുബ്ഹാൻ നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ കൂട്ടുകുടുംബാദി ബന്ധുമിത്രാദികളെയും സൗഭാഗ്യശാലികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ പലരും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്. റഹ്മാനായ തമ്പുരാൻ നമ്മുടെ രോഗങ്ങൾ എത്രയും എളുപ്പം ശിഫയാക്കി തരുമാറാകട്ടെ. രോഗസാഹചര്യങ്ങളിൽ വല്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ധാരാളം ആളുകൾ ആശുപത്രികളിൽ കഴിയുന്നു. അള്ളാഹു അവരുടെ വേദനകൾ ക്ഷമിപ്പിച്ചു കൊടുക്കുകയും രോഗം ശിഫയാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി വല്ലാതെ പ്രയാസവും അതോടൊപ്പം തന്നെ കടവും പേര് ധാരാളം ആളുകൾ നടക്കുന്നവർ ഈ കൂട്ടത്തിലുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കടബാധ്യതകളിൽ നിന്ന് നമുക്ക് മുക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും അവസാനം ഈ ഭൗതിക ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന സൗഭാഗ്യശാലികളിൽ ഉൾപ്പെടാൻ നാം ഏവരെയും അള്ളാഹു തുണക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അനേകരുണ്ട്. റഹ്മാനായ തമ്പുരാൻ അവരുടെ എല്ലാവരുടെയും കബറിടങ്ങളെ അനുഗ്രഹം കൊണ്ട് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരിൽ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെട്ടു പോയ മക്കൾ ഈ കൂട്ടത്തിലുണ്ടാകും. ഈ പ്രാർത്ഥന തീർച്ചയായും നമ്മുടെ മാതാപിതാക്കളിലേക്ക് എത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുകയും അവരുടെ നന്മകൾ സ്വീകരിച്ച് അനുഗ്രഹിക്കുകയും തിന്മകൾ പുറത്ത് മാപ്പാക്കുകയും അവരുടെ കബറിടങ്ങളെ അനുഗ്രഹം കൊണ്ട് വിശാലമാക്കി കൊടുക്കുകയും നമ്മളെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുള്ള സൗഭാഗ്യവാന്മാരായ മക്കൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ആയുരാരോഗ്യ സൗഭാഗ്യം നൽകുകയും ഏറ്റവും അവസാനം നമ്മളെയും അവരെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വയാ ഖാദിയൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജഅൽ ജന്നത മഅവാഹും. അല്ലാഹുമ്മ റബ്ബന ഗ്ഫിർ ലനാ വലി വാലിദീനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله تعالى وسلم على خير خلقه وآله وصحبه أجمعين والسلام عليكم ورحمة الله وبركاته.